ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് തുടരുന്നു. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 49 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടവും ഇതോടൊപ്പം നടക്കും. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ തുടങ്ങി പ്രമുഖർ 5ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. ആദർശ് തുളസീധരനാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ആദർശ, 5ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് തുടരുകയാണ്. എങ്ങനെയാണ് പോളിംഗ് ശതമാനം നിലവിലത്തെ? നന്ദു, നിലവിൽ ഭേദപ്പെട്ട പോളിംഗ് എന്നാണ് കമ്മീഷൻ പുറത്തുവിട്ട ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും നേരത്തെ 9 മണിക്കുള്ള കണക്കുകൾ അനുസരിച്ച് ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പശ്ചിമ ബംഗാൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിൽ കമ്മീഷന്റെ ഭാഗത്ത് നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ നിലവിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നത് മഹാരാഷ്ട്രയിലെ മണ്ഡലങ്ങളിലാണ്. മഹാരാഷ്ട്രയിലും ഒപ്പം ജമ്മു കാശ്മീരിൽ ഏകദേശം നിലവിൽ 7% മേലാണ് ജമ്മു കാശ്മീരിലെ പോളിംഗ് ശതമാനം. എന്നാൽ മഹാരാഷ്ട്രയിൽ 6നും 7നും ഇടയിലേക്കാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലാണ് നിലവിൽ കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ പശ്ചിമ ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് ദൃശ്യമായിരുന്ന വീറും വാശിയും ഒക്കെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിനും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഈ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ വാശിയേറിയ മത്സരമായിരുന്നു പശ്ചിമബംഗാളിലെ മണ്ഡലങ്ങളിൽ നടന്നത്. ഇടത് കോൺഗ്രസ് സഖ്യവും ശക്തമായ സാന്നിധ്യമായി അവിടെ രംഗത്തുണ്ടായിരുന്നു. ഇനി ഉത്തർപ്രദേശിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഈ VIP മണ്ഡലങ്ങൾ കൊണ്ടാണ് 5ാം ഘട്ടത്തിൽ ഉത്തർപ്രദേശ് ശ്രദ്ധിക്കപ്പെട്ടത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, സ്മൃതി ഇറാനി മത്സരിക്കുന്നു. അങ്ങനെ വാശിയേറിയ ഒരു പോരാട്ടം അത് ഉത്തർപ്രദേശിലും നടക്കുകയും ചെയ്തു. സ്മൃതി ഇറാനി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് പിടിച്ചെടുത്ത അമേഠി മണ്ഡലം ഇക്കുറി തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് വാശിയേറിയ പ്രചാരണമാണ് അവിടെ നടത്തിയത്. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിയിൽ ഇക്കുറി വിജയപ്രതീക്ഷയോടുകൂടി BJPയും കളത്തിലിറങ്ങിയത് അവിടെയും കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന വിധത്തിലേക്കുള്ള പ്രചാരണത്തിന് ഒരു ഇടം നൽകുകയും ചെയ്തു. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അഖിലേഷ് യാദവ് അടക്കമുള്ളവർ കാര്യമായി തന്നെ പ്രചാരണ രംഗത്ത് ഇറങ്ങുകയും ചെയ്തു. അത് ഉത്തർപ്രദേശിലെ പോളിംഗ് ശതമാനം നിലവിൽ ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് നേരിയ രീതിയിൽ ഉയരുകയാണ്. അതിന് ഒരുപക്ഷെ ഈ ശക്തമായ പ്രചാരണവും കാരണമായിട്ടുണ്ട്. ഇനി മഹാരാഷ്ട്രയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ നഗരങ്ങളിലേക്കാൾ പോളിംഗ് ശതമാനം ഗ്രാമങ്ങളിൽ രേഖപ്പെടുത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട്. അവിടെയും വാശിയേറിയ പ്രചാരണമാണ് കാണാൻ കഴിഞ്ഞത്. ഒഡീഷയിലേക്ക് വരികയാണെങ്കിൽ ഒഡീഷയിലാണ് വാശിയേറിയ മറ്റൊരു മത്സരം നടക്കുന്നത്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി BJP ശക്തമായി രംഗത്തിറങ്ങിയതോടുകൂടി ബിജു ജനതാദളും BJPയും കോൺഗ്രസും തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരത്തിന് ഒഡീഷ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അവിടെയും വലിയ കാര്യമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ദൃശ്യമായത്. ഇനി ലഡാക്ക് സീറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ നിലവിൽ ലഡാക്കിലെ സംബന്ധിച്ചിടത്തോളം അവിടെയും പോളിംഗ് കാര്യമായിട്ട് നടക്കുന്നു. ഭേദപ്പെട്ട പോളിംഗ് അവിടെയും നടക്കുന്നു എന്നാണ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഡാക്കിൽ സിറ്റിംഗ് MPയെ BJP മാറ്റിയത് ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ ഇതൊന്നും ബാധിക്കാതെ കാര്യമായി പ്രചാരണ രംഗത്തിറങ്ങാൻ BJPക്ക് കഴിഞ്ഞു. ഒപ്പം തന്നെ ആ സീറ്റ് പിടിച്ചെടുക്കുക എന്ന വാശിയോടുകൂടി കോൺഗ്രസ് മത്സരരംഗത്തിറങ്ങിയതും അവിടുത്തെ ഈ പ്രചാരണത്തിൽ ദൃശ്യമായിരുന്നു. ഒപ്പം തന്നെ അത് പോളിംഗ് ശതമാനം ഒരുപക്ഷെ കാര്യമായി ഉയർന്നതിനും കാരണമായേക്കാം. എന്തായാലും നിലവിൽ ഭേദപ്പെട്ട പോളിംഗ് ആണെന്നാണ് കമ്മീഷൻ പുറത്തുവിടുന്ന ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നന്ദു.